ഹലോ നമസ്കാരം. ഈ കുട്ടികളില്ലേ, നമ്മുടെ കുട്ടികൾ ഒരു 2.5 വയസ്സൊക്കെ മുതലില്ലേ, അവർ എഴുതി തുടങ്ങുന്ന ആ ഒരു ടൈം മുതൽ ഒരു 4-5 വയസ്സ് വരെ മിക്ക കുട്ടികൾക്കും വരയ്ക്കുന്നത് അല്ലെങ്കിൽ ആ കളേഴ്സിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. അത് വാട്ടർ കളേഴ്സ് ആവട്ടെ, മാർക്കർ പെൻസ് ആവട്ടെ, ക്രയോൺസ് ആവട്ടെ, കളർ പെൻസിൽസ് ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് നമ്മൾ പേപ്പറൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അവർ വോളിലും എല്ലായിടത്തും വരച്ചോളും. നമ്മൾ ഈ കുത്തി വരയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അവരെന്തെങ്കിലുമൊക്കെ ഇമാജിനേഷൻ ആവും കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ചുമ്മാ എന്തൊക്കെയോ കുത്തി വരച്ചിരിക്കുന്ന പോലെ തോന്നുന്നത്, പക്ഷേ ശരിക്കും അവർ ഇമാജിനേഷൻ ആവും, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കഥകളുണ്ടാവും അവർക്ക് നമുക്ക് പറഞ്ഞു തരാനായിട്ട്. ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഈ ഒരു പടം കാണുന്നില്ലേ, ഇതെൻ്റെ മോനൊരു 12 വർഷം മുമ്പ് വരച്ച പടമായിരുന്നു ഇത്. അന്ന് എൻ്റെ കുഞ്ഞിന് 4 വയസ്സേ ഉള്ളൂ, കൃത്യം 4 വയസ്സ്. അന്ന് വാട്ടർ കളേഴ്സ് വെച്ച് അവനിങ്ങനെ വരയ്ക്കുമായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്കന്ന് മനസ്സിലായില്ല. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞി വരച്ചിരിക്കണേ? അപ്പോൾ അവൻ എന്നോട് പറയാ, ഇത് അമ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാലോ, നീ അമ്മയെ പിൻട്രസ്റ്റൊക്കെ ഇട്ടിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ മാവ് വരച്ചപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് മാവ് താഴെ സ്ലിപ്പായിട്ട് വീണു. അപ്പോൾ ഇതാ ഇവിടെ ഈ വൈറ്റ് കളേഴ്സ് എല്ലാം മാവ് കിടക്കും, അങ്ങനെ സ്ലിപ്പായിട്ട് ഇങ്ങനെ വീണ് ഇവിടെ മുഴുവൻ മാവായിരുന്നു എന്ന് പറഞ്ഞു. ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിടപ്പോൾ ചിരി വന്നു കേട്ടോ. എനിക്ക് ശരിക്കും ചിരിയും സന്തോഷം എന്തൊക്കെയോ വന്നു. ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. ഞാൻ വെറുതെ സൂക്ഷിച്ചു വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെന്തെങ്കിലും വരയ്ക്കുമ്പോൾ എൻകറേജ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. കാരണം കുറച്ച് ദിവസം മുമ്പ് ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് മാവ് വീണിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ മാവ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് ഓടി വരികയായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വരില്ല, ഇവിടെ മുഴുവൻ കിടക്കുക മാവ്, അമ്മ അത് ക്ലീൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അത് ആ കുഞ്ഞ് ഓർത്തിരുന്നിട്ട് അവൻ അത് വരച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്നതിന് പുറമെ ഡെഫിനറ്റ്ലി ഒരു കഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ അവരെ കാണാം. നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് അത് ചോദിക്കുമ്പോഴേ അവർ പറഞ്ഞു തരുള്ളൂ എന്താ സംഭവം എന്ന്. അവരൊക്കെ ഒരു ഇമാജിനേഷൻ തോട്ട് പ്രോസസ് ഒക്കെ വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ.